റെയിൻബോ ലയൺസ് ക്ലബ് മുൻ പ്രസിഡന്റ് ലയൺ കെ വിജയകുമാർ സാർ, ശങ്കർ നഗർ അസോസിയേഷൻ സെക്രട്ടറി PRS വാസിൻ സാർ, ശങ്കർ നഗറിലെ പ്രബുദ്ധരായ അംഗങ്ങളെ, ശങ്കർ നഗർ വിമൻസ് ഫോറത്തിലെ വനിതാരത്നങ്ങളെ, ശങ്കർ നഗർ വിമൻസ് ഫോറം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നടത്തുന്നത് ശങ്കർ നഗർ അസോസിയേഷൻ വിമൻസ് ഫോറമോ ട്രിവാൻഡ്രം റെയിൻബോ ലയൺസ് ക്ലബും കൂടി ചേർന്ന് ശങ്കർ നഗർ നിവാസികൾക്ക് ഡയബറ്റിക്സിൽ അവയർനെസ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ്, ഒരു ടോക്ക് ഷോ ആണ്. അത് നമുക്ക് എല്ലാവർക്കും പ്രയോജനം ചെയ്യുമെന്ന് എനിക്കുറപ്പുണ്ട്. അത്ര ഇൻഫർമേറ്റീവാണ്. പ്രമേഹം അറിയേണ്ടതെല്ലാം എന്ന വിഷയത്തെപ്പറ്റി ആധികാരികമായി സംസാരിക്കുന്ന ഡോക്ടർ സബീർ എ റഷീദ്, കവടിയാർ ഡോക്ടർ റഷീദ് ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റ് സെൻറ്ററിലെ ഡയറക്ടറും ചീഫ് കൺസൾട്ടൻറ്റുമാണ്. ഇന്ന് ലോകത്ത് ദശലക്ഷക്കണക്കിന് ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു രോഗമാണ് ഡയബറ്റിസ് അഥവാ പ്രമേഹം. ഡയബറ്റീസിൻ്റെ പ്രിവെൻഷൻ, ഡയഗ്നോസിസ്, മാനേജ്മെൻറ്റ്, പ്രമേഹം ഉണ്ടാകുമ്പോൾ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നിവയെപ്പറ്റി ഡോക്ടർ വിശദമായി ക്ലാസ് എടുക്കും. പിന്നെ അനേക വർഷത്തെ ഡോക്ടർ മാത്രമല്ല, അദ്ദേഹം ഒരു ഗവേഷകൻ കൂടിയാണ്. അനേക വർഷത്തെ ഗവേഷണത്തിലൂടെയും അനുഭവങ്ങളിലൂടെയും നേടിയ അറിവ്, ഡയബറ്റീസിനെ പറ്റി വിശദമായ അഗാധമായ അറിവ് നമുക്ക് പ്രയോജനപ്പെടുത്തും. ഇപ്പോഴേ നൂതനമായ കാര്യങ്ങൾ, ഡയബറ്റീസിൽ ഉള്ള നൂതനമായ കാര്യങ്ങളെപ്പറ്റിയും പുരോഗതികളെപ്പറ്റിയും അദ്ദേഹം ആധികാരികമായി സംസാരിക്കും. കേരളത്തിലെ പ്രമുഖ ഡയബറ്റിക് സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ സബീർ എ റഷീദിനെ ഈ വേദിയിലേക്ക് ശങ്കർ നഗർ അസോസിയേഷൻ വിമൻസ് ഫോറത്തിൻ്റെ പേരിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വളരെ ഇൻഫോർമേറ്റീവായി ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചത് ട്രിവാൻഡ്രം റെയിൻബോ ലയൺസ് ക്ലബ് പ്രസിഡൻ്റായ ലയൺ ശ്രീ കെ ശ്രീകുമാർ സാറാണ്. ശ്രീകുമാർ സാർ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയറാണ്. ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടി അദ്ദേഹം ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലെ വൈസ് പ്രസിഡൻ്റായി റിട്ടയർ ചെയ്തു. ശ്രീകുമാർ സാറിൻ്റെ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം. ശ്രീകുമാർ സാറിന് വേറൊരു അല്പം കൂടിയുണ്ട്. എൻ്റെ കരമന NS കോളേജിലെ കെമിസ്ട്രി പ്രൊഫസറും എൻ്റെ ആത്മസുഹൃത്തുമായ ഡോക്ടർ ആശാ പണിക്കരുടെ ഹസ്ബൻഡാണ് ശ്രീകുമാർ സാർ. എൻ്റെ സുഹൃത്ത് ആത്മസുഹൃത്ത് ആശാ പണിക്കരെ ഈ വേദിയിലേക്ക് സ്വാഗതം. ട്രിവാൻഡ്രം റെയിൻബോ ലയൺസ് ക്ലബിൻ്റെ മുൻ പ്രസിഡൻറ്റ് ലയൺ കെ വിജയകുമാർ സാറ് കരമന SBIയിലൊക്കെ ഇരുന്ന് മാനേജറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ പരിചയപ്പെട്ടിട്ടുണ്ട്. സാറിന് ഈ വേദിയിലേക്ക് സഹർഷ സ്വാഗതം. ശങ്കർ നഗർ അസോസിയേഷൻ്റെ നൂതനമായ പല പ്രവർത്തനങ്ങൾക്കും മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്ന, അഭിനന്ദനീയമായ പല സേവനങ്ങളും കാഴ്ചവെക്കുന്ന ഞങ്ങളുടെ സെക്രട്ടറി, ശങ്കർ അസോസിയേഷൻ സെക്രട്ടറി PRS വാസിൻ സാറിനെ ഹാർദമായി സ്വാഗതം. ശങ്കർ നഗർ അസോസിയേഷനിൽ ഇത്രയും പേർ വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ശങ്കർ നഗർ അസോസിയേഷനിലെ പ്രബുദ്ധരായ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ശങ്കർ നഗർ വിമൻസ് ഫോറത്തിലെ എല്ലാ മഹിളാരത്നങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ശങ്കർ നഗർ വിമൻസ് ഫോറം തുടങ്ങിയത് 2023 ഏപ്രിൽ 8-ാം തീയതിയാണ്. 1.5 വർഷത്തിനകം കഴിഞ്ഞു. അതിനകം ഞങ്ങൾ 15ാമത്തെ പരിപാടിയാണിത്. മേജർ പ്രോഗ്രാം എല്ലാ മാസവും അല്ലാതെ സ്ത്രീകളിലെ നൈസർഗിക വാസന വികസിപ്പിക്കുന്നതിന് വേണ്ടി കോമ്പറ്റീഷൻ, പാട്ട് കോമ്പറ്റീഷൻ, അത് റെസിറ്റേഷൻ, അങ്ങനെ പലതും നടത്താറുണ്ട്. ഈ അടുത്ത കാലത്ത് ഡ്രൈവിംഗ് ലൈസൻസ് എക്സലൻസ് എന്ന കോമ്പറ്റീഷനും ഡാൻഡിയ ഡാൻസും പോലുള്ള പുതുമയുള്ള കോമ്പറ്റീഷൻസ് ഞങ്ങൾ നടത്താറുണ്ട്. ഡാൻഡിയ ഡാൻസ് കോമ്പറ്റീഷൻ അല്ല, നടത്താറുണ്ട്. അങ്ങനെ ശങ്കർ നഗറിലെ ചുണക്കുട്ടികളായ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്.
ഏറ്റവും കൂടുതൽ പിന്തുണ നൽകുന്ന ശങ്കരനല്ല നെടുന്തൂണായ ഞങ്ങളുടെ സെക്രട്ടറി വിദ്യാലക്ഷ്മി ശങ്കറാണ്. റൂം വൃത്തിയാക്കുന്നത് മുതൽ അവസാനം വരെ ആക്റ്റീവായി പങ്കെടുക്കുന്ന ഞങ്ങളുടെ സ്മാർട്ട് സെക്രട്ടറി വിദ്യാലക്ഷ്മി ശങ്കറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു. ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ട്രഷററായ സാമ്പത്തിക കാര്യങ്ങൾ നന്നായി കൈകാര്യം ചെയ്യുന്ന ഉഷാപ്രയം എപ്പോഴും ഒരു പോസിറ്റീവ് തരും. ഉഷാപ്രയമാണ് ഞങ്ങളെ ഉന്തിത്തള്ളിക്കൊണ്ടുപോകുന്നു. ഉഷാപ്രയവിനെയും സ്വാഗതം. താങ്കി നമ്മുടെ മുൻ കൗൺസിലറായിരുന്നു. താങ്കി ഞങ്ങളെ ഓമനപ്പേര് വിളിയ താങ്കി മുൻ കൗൺസിലറായിരുന്നു രതി ജയപ്രകാശ്. താങ്കി എല്ലാവരും നന്നായിട്ട് പാട്ടൊക്കെ പാടും. ഞങ്ങളെ എല്ലാ വിധത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന വൈസ് പ്രസിഡന്റ് രതി ജയപ്രകാശിനെ സ്നേഹപൂർവ്വം സ്വാഗതം. 14 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. അതിൽ 14 പേര് വന്നിട്ടുണ്ട്. 1-2 പേര് ചില അസൗകര്യങ്ങൾ കാരണം വന്നിട്ടില്ല. അവരെല്ലാവരും മുൻകൈ ആശ പറഞ്ഞ് ഇത്രയും പേരെ വന്നല്ലോ. അവരൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടുണ്ടല്ലോ. ഈ 14 എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും നല്ല പരിപാടികൾ നടത്തുന്നത്. എല്ലാവരെയും പേരെടുത്ത് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. സാറിൻ്റെ ഡോക്ടർ സബീർ റഷീദിൻ്റെ നല്ല ടോക്ക് ഡയബറ്റിസിനെ പറ്റിയുള്ള അവയർനെസ് പ്രോഗ്രാം നമുക്ക് അറ്റൻഡ് ചെയ്യാം. എല്ലാവരും ആദ്യം 1 മണിക്കൂർ ടോക്ക്, അതിനുശേഷം അരമണിക്കൂർ ഇൻ്ററാക്ഷൻ. എല്ലാവർക്കും സംശയം ചോദിച്ച് അദ്ദേഹം എല്ലാത്തിനും സംശയം നിവർത്തി വരുത്തും. അങ്ങനെ നമുക്ക് ടോക്ക് കേൾക്കാം, സംശയം ചോദിക്കാം. എല്ലാവർക്കും സ്വാഗതം, സുസ്വാഗതം. താങ്ക് യു. ഞാൻ റെയിൻബോ ലയൺസ് ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് കൊല്ലത്ത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഇവിടെ തന്ന ഈ ശങ്കരനഗർ റെസിഡൻസ് അസോസിയേഷന് ആദ്യമായി ഞാൻ നന്ദി പറയുന്നു. ലയൺസ് ക്ലബ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലയൺസ് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ ഒരു വേൾഡ് വൈഡ് ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണെന്ന് എല്ലാവർക്കും അറിയാം. ഏകദേശം 200 കൺട്രിയിൽ ഉണ്ട്. ഏകദേശം 14 ലക്ഷം മെമ്പേഴ്സുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രവർത്തനം മെയിൻലി ഒരു 8 മേഖലകളിലാണ് ആദ്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് ലയൺസ് ക്ലബിൻ്റെ. അത് ഡയബറ്റീസ് ആണ് അതിലൊരു മേജർ പോർഷൻ. പിന്നെ ഉള്ളത് ഹങ്കർ, വിശപ്പ് രഹിതം, അങ്ങനെയുള്ള പല മേഖലകളിലും നമ്മുടെ ആക്ടിവിറ്റീസ് സ്ഥിരമായി നടത്തി വരികയാണ്. ഞങ്ങൾ ആക്ച്വലി കഴിഞ്ഞ 1 കൊല്ലം മുമ്പ് ഇവിടെ ഇന്ന് അടുത്തുള്ള ഒരു ബിസിനസ് അസോസിയേഷനിൽ ഞങ്ങളൊരു ക്യാമ്പ് വളരെ വിജയകരമായി നടത്തി. ഇവിടെ ശങ്കരനഗറിൽ ഇതുവരെ നമ്മൾ നടത്തിയെന്ന് തോന്നുന്നില്ല. നമുക്ക് അടുത്തുതന്നെ ഇവിടെയും ഒരു മെഡിക്കൽ ക്യാമ്പ് നമ്മൾ അടുത്തുതന്നെ നടത്തുന്നതാണ്. അതുകൊണ്ട് പിന്നെ ഇവിടെ ഞങ്ങളുടെ ക്ലബിൽ ഏകദേശം 45 മെമ്പേഴ്സുണ്ട്. അതിൽ 4 പേര് ഞങ്ങളുടെ മെമ്പേഴ്സായിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ. അതിൽ ഡോക്ടേഴ്സുണ്ട്, എൻജിനീയേഴ്സുണ്ട്, വിവിധ മേഖലയിലുള്ള ഉയർന്ന ശ്രേണിയിൽപ്പെട്ട ആൾക്കാരുണ്ട് ഞങ്ങളുടെ ക്യാമ്പിൽ, ഞങ്ങളുടെ ക്ലബിൽ. വേറെ പ്രധാനമായിട്ടും പറയാനുള്ളത് ഞങ്ങളുടെ ഒരു ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ട്, ഡിസ്ട്രിക്റ്റിൻ്റെ ക്യാബിനറ്റ് സെക്രട്ടറി ഫോർ ഡയബറ്റീസ്. അദ്ദേഹം ഇന്ന് ഇവിടെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. വേറൊരു സ്ഥലത്ത് ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ ഉള്ളതുകൊണ്ട് വന്നില്ല. അപ്പോൾ അദ്ദേഹം RV ബിജു, അദ്ദേഹത്തിൻ്റെ ആശംസകളും ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. സമയം ഇത്ര വൈകിയുണ്ട്, നമുക്ക് നേരെ ക്യാമ്പിൻ്റെ കാര്യങ്ങളിലോട്ട് പോകാം. എല്ലാവർക്കും ഒരിക്കൽ നന്ദി പറയാനുണ്ട്. ഞാൻ ഡോക്ടർ ക്ഷണിക്കുന്നു. നമസ്കാരം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്ലാസ് ബോധവൽക്കരണ ക്ലാസ് നമുക്ക് ഇതിന് ശേഷം നമുക്ക് ചെയ്യാം. നമുക്ക് ആദ്യം ഈ ഔദ്യോഗിക ഫോർമാലിറ്റി നമുക്കൊന്ന് ഈ ഒരു ഇൻട്രൊഡക്ടറി ഇതൊന്ന് നമുക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ബോധവൽക്കരണ ക്ലാസ് നമുക്ക് ആരംഭിക്കേണ്ടത്. ഏതായാലും ശ്രീമതി വിദ്യാലക്ഷ്മി മാഡം, ഇവിടെ പ്രാർത്ഥന ആരംഭിച്ച വിദ്യാലക്ഷ്മി മാഡം, ശ്രീമതി ഉഷ മാഡം, ഈ അസോസിയേഷൻ്റെ ശങ്കരനഗർ അസോസിയേഷൻ പ്രസിഡന്റ്, ലയൺസ് ക്ലബ് റെയിൻബോ ഭാരവാഹികളായ ശ്രീകുമാർ സർ, വിജയകുമാർ സർ, അസോസിയേഷൻ ഭാരവാഹിയായ PRS വാസൻ സർ, നന്ദി പ്രകാശിപ്പിക്കാനിരിക്കുന്ന ഉഷാപ്രേമികളുടെ എല്ലാവരോടും എൻ്റെ പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് 1-2 വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. മറ്റൊന്നുമല്ല, ഇത്തരം ഒരു പരിപാടികൾ പക്ഷേ ഈ ബോധവൽക്കരണ ക്ലാസ്സുകളായിരിക്കും. ഈ ക്യാമ്പുകൾ എല്ലാ സ്ഥലത്തും എല്ലായ്പ്പോഴും ഉള്ളൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ ഉള്ള യഥാർത്ഥ ഒരു അസുഖത്തെക്കുറിച്ചുള്ള, പ്രത്യേകിച്ച് ഒരു ജീവിതശൈലി രോഗത്തിൻ്റെ ആ രോഗമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണമാണ് എപ്പോഴും നമുക്ക് ആവശ്യം. ഉദാഹരണത്തിന് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഒരു മെനിഞ്ചൈറ്റിസ് എന്നൊരു രോഗം, അല്ലെങ്കിൽ ന്യൂമോണിയ എന്നൊരു രോഗം,
ആ രോഗത്തിൻ്റെ ബോധവൽക്കരണം നമുക്ക് ഒരുപാട് ആവശ്യം വന്നെന്ന് വരില്ല. കാരണം നമ്മൾ എന്തെല്ലാം ബോധവാന്മാരായാലും ന്യൂമോണിയ പരത്തുന്ന ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ന്യൂമോണിയ വന്നേ തീരും. അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് പരത്തുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന അണുബാധ അല്ലെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ വന്നാൽ അത് നമുക്കിങ്ങനെ വന്നേ തീരും. പക്ഷേ പ്രമേഹം സൗണ്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ മാറ്റിക്കോളാം സാർ. ഞാൻ ഇപ്പോൾ ഒന്ന് ഞാൻ ഇത് ചെയ്യാം. അപ്പോൾ പ്രമേഹം ഓക്കെ സാർ, താങ്ക് യു. പ്രമേഹം, രക്തസമ്മർദ്ദം പോലുള്ള ജീവിതശൈലി രോഗങ്ങളുടെ അവസ്ഥ അതല്ല. ഇതിന് ചികിത്സ ഡോക്ടർക്ക് മാത്രമുള്ള റോള്, രോഗിക്കും രോഗിയുടെ കൂടെയുള്ള രോഗിയുടെ കെയർടേക്കേഴ്സിനും ഏകദേശം 50% റോളാണ്. കാരണം ജീവിതത്തിൻ്റെ ശൈലിയിൽ വരുന്ന വ്യതിയാനം കൊണ്ട് സംഭവിക്കുന്ന രോഗമാണ് ഇതൊക്കെ. അപ്പോൾ ആ വ്യതിയാനം എന്താണെന്ന് മനസ്സിലാക്കി ആ വ്യതിയാനങ്ങളെ തിരുത്തിയാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഇത്തരം മഹാവിപത്തുകളെ നമുക്ക് തടഞ്ഞു നിർത്തുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത്തരം ബോധവൽക്കരണ ക്ലാസ്സുകൾ അത് എവിടെയായാലും ആര് നടത്തിയാലും ഏറ്റവും അഭിനന്ദനാർഹമാണ്. ഇത്തരം ഒരു സദസ്സിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു വിമൻസ് ഫോറം, ഇവിടെ ഒരു ശങ്കരനഗർ റെസിഡൻസിൻ്റെ ഒരു വനിതാ സംഗമം ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തത്. കാരണം സാധാരണഗതിയിൽ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു വനിതകളെ ഞാൻ കേട്ടി പറയുന്നതല്ല, സാധാരണഗതിയിൽ കാണുന്ന ഒരു കാര്യങ്ങൾ ഞാൻ പല ഇതിലും പോകുമ്പോഴും അവർ വേറെ ഒരുപാട് കാര്യങ്ങളായിരിക്കും നമ്മളെ. കാരണം ഈ ഇപ്പോൾ പ്രശസ്തിയും അല്ലെങ്കിൽ കുറച്ചുകൂടി ന്യൂസ് വാല്യൂ വരുന്ന കാര്യങ്ങളായിരിക്കും പലരും ഇതാണെങ്കിലും ഇപ്പോൾ ഇത്തരം ഒരു പരിപാടി നടത്തുന്നത് വളരെ അഭിനന്ദനാർഹമാണ്. ഇത്തരം ഒരു ആരോഗ്യ ബോധവൽക്കരണ സെമിനാർ തുടർന്നും നിങ്ങളതിനെ സംഘടിപ്പിക്കുക. ഞങ്ങളുടെ ഈ ഒരു വനിതകളുടെ കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ പറയുകയാണ്, ഏതെങ്കിലും ഒരു അവസരത്തിൽ കാരണം എൻ്റെ വൈഫും ഗൈനക്കോളജിസ്റ്റും ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഒരു വുമൻ ക്ലിനിക്ക് നടത്തുന്ന ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റാണ് അവിടെ ഗോകുലം മെഡിക്കൽ കോളേജിൽ. അങ്ങനെ എന്തെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചോ സ്ത്രീകളുടെ ആരോഗ്യം സംബന്ധിച്ചോ സ്ത്രീകളുടെ ആരോഗ്യ വിഷയമായിട്ട് സംബന്ധിച്ചോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ നടത്തുന്നുവെന്ന് ഉള്ളതുകൊണ്ട് പോലെ എന്തെങ്കിലും ഏതെങ്കിലും ഒരു അവസരത്തിലുണ്ടെങ്കിൽ നിങ്ങൾ സമീപിക്കുക. അവളും അതിന് സ്ഥിരമായി ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ഏതാവശ്യം അതായത് ഇത് മാത്രമല്ല, നാളെ മറ്റൊരു ക്യാമ്പ്, ഒരു ഫുൾ ഡേ ക്യാമ്പ്, ഞങ്ങൾക്ക് ഇന്ന് ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ചുള്ള ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ അത്തരം ക്യാമ്പ് നടത്തണമെങ്കിൽ ഞങ്ങൾ തുറന്ന മനസ്സോടെ ഞങ്ങൾ ആത്മാർത്ഥമായി തന്നെ അതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾ ലയൺസ് ക്ലബ്ബ് വഴിയോ അല്ലാതെ ഒന്നിട്ട് സമീപിച്ചാൽ മതിയാവും. എന്തായാലും ഇത്തരം ഒരു അവസരം ഞങ്ങൾക്ക് ഒരുക്കി തന്ന ഇത്തരം ഒരു വേദിയിൽ ഞങ്ങൾക്ക് പാർട്ടിസിപ്പേഷന് അവസരം നൽകിയ ലയൺസ് ക്ലബ്ബ് റെയിൻബോ ഭാരതീയർക്കും ശങ്കർനഗർ റെസിഡൻസ് അസോസിയേഷൻ വിമൻസ് ഫോറത്തിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും സ്വാഗതം. തീർച്ചയായും നമ്മൾ വിചാരിച്ച സമയത്തിനേക്കാൾ ഒരു 10-15 മിനിറ്റ് മുമ്പും താമസിച്ചാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അധികം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു പ്രോഗ്രാം നടത്തണമെന്ന് വിമൻസ് വിങ്ങുകാർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തീർച്ചയായും നല്ല പ്രോഗ്രാമാണ്. നമ്മുടെ മെമ്പേഴ്സിന് ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും നല്ലതാണ്. കാരണം ഇന്ന് മിക്കവാറും എല്ലാ വീട്ടിലും അല്ലെങ്കിൽ എല്ലാ കുടുംബത്തിലും 1-2 പേർക്കെങ്കിലും ഈ അസുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുള്ളതാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ആ അറിവ് പൂർണ്ണതയിലാണോ അല്ല അത് വേഗമാണോ എന്നുള്ള അറിയാനുള്ള ഒരിതുണ്ട്. കാരണം ഡയബറ്റീസിനെ പറ്റി സംസാരിച്ചാൽ എല്ലാവർക്കും അവരവരുടേതായ ഒരു ഒപ്പീനിയൻ ഉണ്ട്. അവർ പറയും അതാണ് ഇതാണ്, ഇത് കഴിക്കരുത് അത് കഴിക്കരുത്, എല്ലാവരും പറയും. നമ്മളൊരു സമൂഹത്തിൽ ഒരു കല്യാണത്തിന് പോയാലും അല്ലെങ്കിൽ ഒരു പോയാലും എങ്ങനെയുണ്ട് അസുഖം, ഈയിടയ്ക്ക് കുറച്ച് ഡയബറ്റീസ് പോലെ തോന്നുന്നു എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ആ ഗുളിക കഴിക്കുന്നു ഈ ഗുളിക കഴിക്കുന്നു പറയും. പക്ഷെ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ട് പലർക്കും അറിവില്ല. അപ്പോൾ ആ ക്ലാരിറ്റിയൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്നത്. ബിക്കോസ് നമ്മൾ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് മാത്രമേ എക്സ്പെർട്ടായിട്ടുള്ള ഒരാൾ നമ്മുടെ മുമ്പേ ഇരിക്കുമ്പോൾ, ഡോക്ടർ റഷീദ് ഈസ് എൻ എക്സ്പെർട്ട്. ബിക്കോസ് എൻ്റെ അറിവിൽ നേരത്തെ ഏഷ്യാനെറ്റ് കേബിൾ മിഷനിലൊക്കെ സാറ് റെഗുലറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ഒരാൾ തീർച്ചയായിട്ടും നമുക്ക് ഒരു മണിക്കൂർ ഇൻട്രാക്ഷൻ ചെയ്യാൻ കിട്ടിയാൽ തീർച്ചയായും, കാരണം നമ്മളൊരു ആശുപത്രി പോയി കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ സംസാരിക്കും. അതാണ് നമ്മുടെ പ്രശ്നം പറയും, ഡോക്ടർ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് പറയും. നമ്മുടെ റിപ്പോർട്ട് നോക്കും. ഒരു 5 to 10 minutes ഈ വിൽ ടോക്ക് വിത്ത് us, ഇൻട്രാക്ട് വിത്ത് us. അതിനുശേഷം പറയും. പിന്നെ നമ്മൾ ഡയബറ്റീസ് സാറിന് ഇപ്പോൾ 6 മാസത്തിനൊരിക്കോ 1 വർഷത്തിനൊരിക്കോ പോകും. റെഗുലറായിട്ട് ഒരു വല്ലപ്പോഴും 6 മാസത്തിലേക്ക് 1 വർഷം ചെക്കപ്പ് ചെയ്യും. പക്ഷേ ഈ ഡയബറ്റീസ് ഈസ് എ കില്ലിംഗ് ഡിസീസ് എന്നാണ് പൊതുവെ പറയുന്നത്. അതുകൊണ്ട് ഇത് നമുക്കതിൻ്റെ ലക്ഷണങ്ങൾ
മൂർധന്യാവസ്ഥയിൽ എത്തുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് അറിയില്ല. കാരണം ചില ദിവസം നമ്മൾ ഒരു ക്ലൗഡി ആയിരിക്കും, ചില ദിവസം നമ്മൾ വൈബ്രന്റ്. സോ അങ്ങനെയുള്ള സ്റ്റേജാണ്. കാരണം ഇതൊരു കില്ലിങ് ഡിസീസാണ്. കാരണം ഡയബറ്റീസ് ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിന് ഏത് ഭാഗത്തിന് അഫക്റ്റ് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. മറ്റു രോഗങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേക ഭാഗങ്ങളിലേക്കൊക്കെ അഫക്റ്റ് ചെയ്യുന്നത്. ഡയബറ്റീസ് അങ്ങനെയല്ല, നമ്മുടെ വിരൽ മുതൽ തലയിൽ ബ്രെയിൻ വരെ ഏത് രീതിയിൽ അഫക്റ്റ് ചെയ്യാവുന്ന ഒരു അസുഖമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ SNA വിമൻസ് ഫോറം റെയിൻബോയുമായിട്ട് ഒത്തുചേർന്ന് ഇവിടെ ഒരു പ്രോഗ്രാം നടത്താമെന്ന് പറഞ്ഞപ്പോൾ ഹാള് സൗകര്യമാണ്. അത് ഹാളൊക്കെ നമുക്ക് ഇതുപോലുള്ള പ്രോഗ്രാമിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഉടൻ തന്നെ ഓക്കെ എന്ന് പറഞ്ഞു, 8-ാം തീയതി നടത്താമെന്ന് പറഞ്ഞു. സോ വേറെ ഒരു കൂസലുമില്ലാതെ നമ്മൾ ഉടനെ തന്നെ ഇതിന് എഗ്രി ചെയ്തു. തീർച്ചയായിട്ടും മാക്സിമം നമ്മൾ ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട്. വാട്സപ്പ് വഴിയും അടുത്തുള്ള അസോസിയേഷനും സെക്രട്ടറിക്കും എല്ലാം മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ ദാറ്റ് മാക്സിമം പീപ്പിൾ ക്യാൻ പാർട്ടിസിപ്പേറ്റ്. സോ എന്നാലും ഇത്രയും ആൾക്കാർ ഇവിടെ പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ആൾക്കാർ സാധാരണ ഏത് പ്രോഗ്രാം നമ്മൾ അറിയിച്ചാലും ദേ ആർ ഫുള്ളി കോപ്പറേറ്റീവ്. സോ അതിൽ ഞാൻ ഡോക്ടർ റഷീദിനോട് എൻ്റെ ഇത്രയും പേരെങ്കിലും എനിക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി ആൾക്കാർ വരും. സൺഡേ ആണ്. ദേ വിൽ ബി ഇൻ എ ലാക്സിറ്റി, ഒരു ചെറിയ ഒരു മൂഡിൽ. കാരണം 6 ദിവസവും ഓഫീസിലും കാര്യമൊക്കെ പോയിട്ട് 7-ാം ദിവസം അവരെ വേറെ പ്രീ ഓക്യുപ്പൈഡ്സ് ആയിരിക്കും. സോ അങ്ങനെയുള്ള പൊസിഷൻ ഉള്ളപ്പോൾ അവർ ശരി ഇത് പിന്നെ നമുക്ക് നോക്കാമല്ലോ എന്ന് വിചാരിച്ചേക്കും. അതർവൈസ് മോർ പാർട്ടിസിപ്പേഷൻ വിൽ ബി ദെയർ. എനിവേ I am thankful to you for the audience for making so much participation, and also I congratulate Dr. Rashid for conducting such a good program. I think this program will be good for all the people. Any doubt you can interact with him so that he is prepared for that. He has already told half an hour or even 1 hour he will interact with you. Any doubt, even a small doubt can be cleared from you. Thank you for all the people who are assembled here, and also Dr. Rashid sir, Rainbow Lions Club, Madam Ushaji, and all the people. Thank you. Dr. Chief Guest, Dr. Shabir Rashid, ശങ്കർനഗർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ, ഇന്നത്തെ ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ മീറ്റിംഗല്ല ഈ ഡയറക്ടേഴ്സ് ടോക്ക് ഷോയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്ന ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ മെമ്പേഴ്സ് എല്ലാവർക്കും വാങ്ങ് കൂടിയിരുന്നു. പ്രമേഹം 5-ൽ ഒരാൾക്ക് പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് മറ്റൊന്ന്, പ്രമേഹം ഐസ്ബർഗുമായിട്ട് താരതമ്യപ്പെടുത്താം. ഐസ്ബർഗിൻ്റെ 10-1 ഭാഗമേ പുറത്ത് കാണും, 10-9 വെള്ളത്തിലടിയില്ല. അപ്പം നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ അറിഞ്ഞു തുടങ്ങുമ്പോഴേക്കും ശരീരത്തിൻ്റെ 10-9 ഭാഗത്ത് കഴിയും. അത് പേടിക്കേണ്ട ഒരു അസുഖമല്ല. ഞാനൊരു ഡയബറ്റിക്കാണ്. കഴിഞ്ഞ 30 കൊല്ലത്തിൽ കൂടുതലായിട്ട് ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു. ഡോക്ടർ പേഷ്യൻ്റായിരുന്നു ഞാൻ കുറേ കാലം. അപ്പോൾ അതുകൊണ്ട് റെയിൻബോ ലയൺസ് ക്ലബ്ബ് പ്രമേഹ രോഗ നിർണയത്തിന് വേണ്ടി വളരെയധികം ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം ഇതേപോലുള്ള ടോക്ക് ഷോയിൽ ഞങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ പ്രാധാന്യം അത്രമാത്രം ആളുകൾ മനസ്സിലാക്കിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ടോക്ക് ഷോ നടത്താൻ എത്തിയിരിക്കുന്ന ഡോക്ടർ ഷബീർ റഷീദ് ഈ രംഗത്തെ ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ്. അദ്ദേഹത്തെ ഇന്നത്തെ മീറ്റിങ്ങിലേക്ക്, ഈ ടോക്ക് ഷോയിലേക്ക് നമുക്ക് കിട്ടിയത് നമ്മുടെ ഭാഗ്യമാണെന്ന് കരുതാം. അദ്ദേഹത്തിൻ്റെ ടോക്ക് ഷോയ്ക്ക് വേണ്ടി നമുക്ക് ആദരപൂർവ്വം കാത്തിരിക്കാം. റെയിൻബോയുമായിട്ട് ചേർന്ന് ഇത്തരമൊരു ടോക്ക് ഷോ അറേഞ്ച് ചെയ്യാൻ മുന്നിട്ട് വന്ന ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ വിമൻസ് ഫോറത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആദരവും അറിയിക്കുന്നു. അതോടൊപ്പം ഡോക്ടർ ഷബീർ റഷീദിനും ഇത്തരമൊരു ടോക്ക് ഷോയ്ക്ക് പങ്കെടുക്കാൻ സമ്മതിച്ചതിനും ഇത് പങ്കെടുക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ അഭിനന്ദനങ്ങളും ഞങ്ങളുടെ പ്രത്യേക ആദരവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.